കുറേ നാളായിട്ട് ആലോചിക്കുന്നതായിരുന്നു ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അന്വേഷിച്ച് പോയത് നേരെ എൻ്റെ ടേബിളിലേക്കാണ്. കാരണം എൻ്റെ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാർഡ്ബോർഡ്സും ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഇടുന്നതാണ് ഈ ടേബിൾ. പക്ഷേ ഇന്നിപ്പോൾ പോയി നോക്കിയപ്പോഴാണെങ്കിലോ ഒരു തുള്ളി ചെറിയ പീസ് കാർഡ്ബോർഡ് പോലും അവിടെ കാണില്ല. ഇതിപ്പോൾ എവിടെ പോയി അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കാരണം പിടികിട്ടിയത്. കാര്യം തലേ ദിവസം ഞാൻ എൻ്റെ ടേബിളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് പറഞ്ഞ് വൃത്തിയാക്കിയതിൻ്റെ ഭാഗത്തിൽ ഞാൻ കുറേ കാർഡ്ബോർഡൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഭാഗത്തിൽ എടുത്ത് കളഞ്ഞതായിരുന്നു. ഇപ്പം തോന്നുമ്പോൾ ഒരു റിഗ്രറ്റ്. അങ്ങനെ കുറേ നേരം ആലോചിച്ചു എന്താപ്പം ചെയ്യാന്ന്. അങ്ങനെ ഫൈനലി എൻ്റെ ടേബിളുമെന്നല്ലെങ്കിലും അവിടെ എവിടെയോ സൈഡിൽ കളയാൻ വേണ്ടി വെച്ച ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് കണ്ടു. എന്നാൽ പിന്നെ അത് വെച്ചാവാം ക്രാഫ്റ്റ് എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ സംഭവം വേറൊന്നല്ല, ഞാൻ ഈ കാണിച്ച പോലെ ഹാർട്ടും സർക്കിൾസും ഒക്കെ ഒന്ന് വെട്ടിയെടുക്കുക. ഇനി അതിനുശേഷം നമ്മുടെ ടിഷ്യൂവിൽ ഇതൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നല്ലൊരു ഫിനിഷിങ്ങും പെർഫെക്ഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇനി ഹാർട്ട്സ് രണ്ടും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. പിന്നെ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒട്ടിക്കാനായിട്ട് ഫുൾ ഗ്ലൂ തേക്കരുത്, അറ്റം മാത്രം ഗ്ലൂ ചെയ്തെടുക്കുക. ഇനി എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെയിൻറ്റ് എടുക്കുക. അപ്പം ഞാനത് പിങ്ക് എടുത്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായ ഒരു ഫോട്ടോ ഹോൾഡറാണ്. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എന്തായാലും മറക്കണ്ട.